ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളയെ നിന്നെ ഓർമ്മ വരുമെന്ന വളരെ പ്രശസ്തമായ വയലാറിൻ്റെ ഈ ഗാനം കേൾക്കാത്ത മലയാളികളുണ്ടാകില്ല. ഇനി ശംഖുപുഷ്പം കാണുമ്പോൾ ശകുന്തളയെ മാത്രമല്ല, അതുകൊണ്ട് വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു ഫേസ് പാക്കും തയ്യാറാക്കാൻ സാധിക്കുമെന്ന കാര്യം മറന്നു പോകരുത്. ഏറ്റവും അഫോർഡബിളായ, ഈസിലി അവൈലബിളായ ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ടുള്ള സ്കിൻ കെയർ ആണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് പ്രകൃതി തന്നെ നമ്മുടെ സ്കിന്നിനും ആരോഗ്യത്തിനും വേണ്ടി കരുതി വെച്ച അത്ഭുത രഹസ്യം തന്നെയാണ് ഈ ശംഖുപുഷ്പം. സ്ത്രീകളുടെ സൗന്ദര്യത്തിനുള്ള പ്രകൃതിയുടെ ഒരു നീല രഹസ്യമാണ് ഈ ശംഖുപുഷ്പം. നമ്മുടെ മുറ്റത്തും തൊടിയിലുമൊക്കെ പൂത്തു നിൽക്കുന്ന ഈ നീല പൂവിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് നമ്മുടെ സ്കിന്നിനെ പുതുക്കി പുനർജീവിപ്പിക്കുന്ന ഒരു അത്ഭുത ശക്തി. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ വീടുകളിലുള്ള ശംഖുപുഷ്പം ഉപയോഗിച്ചുകൊണ്ട് വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു ആൻറ്റി ഏജിങ് ഫേസ് പാക്ക് എങ്ങനെ തയ്യാറാക്കാം എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും. അപ്പോൾ അധികം വൈകിപ്പിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു നീലപ്പൂവ്, പൊതുവേ നമ്മൾ അതിൻ്റെ സൗന്ദര്യം മാത്രമാണ് ആസ്വദിക്കുന്നത്. എന്നാൽ അതിൻ്റെ ആഴത്തിലുള്ള രഹസ്യം നമ്മളിൽ പലർക്കും അറിയില്ല. ഭംഗി മാത്രമല്ല, പ്രായത്തെ പിന്നോട്ടാക്കാനുള്ള അത്ഭുത ശക്തി കൂടി അതിനുണ്ട്. 50 വയസ്സ് കഴിഞ്ഞാൽ സ്ത്രീകളുടെ സ്കിന്നിൽ ഏറ്റവും കൂടുതലായി കാണുന്ന പ്രശ്നങ്ങൾ ചുളിവുകൾ, ഡൾനെസ്, ഇലാസ്റ്റിസിറ്റി കുറയൽ, പിഗ്മെൻറ്റേഷൻ ഇവയൊക്കെയാണ്. ഇതെല്ലാം കൂടി മുഖത്ത് വന്നു കഴിയുമ്പോൾ യുവത്വം മാഞ്ഞു പോകുന്ന ഒരവസ്ഥയിലാകും. സോ അതെല്ലാം പിന്നോട്ടാക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഈ ശംഖുപുഷ്പം. ഈ ശംഖുപുഷ്പത്തിൽ അടങ്ങിയിരിക്കുന്ന ആന്തോസൈനിൻസ് എന്ന ഈ നീല പിഗ്മെൻറ്റ് നമ്മുടെ കൊളാജിൻ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുകയും സ്കിൻ നല്ല രീതിയിൽ ടൈറ്റ് ആക്കുകയും അതോടൊപ്പം തന്നെ ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ നല്ലപോലെ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു നാച്ചുറൽ ബോട്ടോക്സ് എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ 50 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് ഈ ഒരു ഫേസ് പാക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. ഏജിങ്ങിൻ്റെ ലക്ഷണങ്ങളെയൊക്കെ നല്ല രീതിയിൽ കുറയ്ക്കാനായിട്ടും അതിനെയൊക്കെ തടഞ്ഞു നിർത്താനായിട്ടും ഈ ഒരു ഫേസ് പാക്ക് നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു ആൻറ്റി ഏജിങ് ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം ആവശ്യം കുറച്ച് ശംഖുപുഷ്പങ്ങളാണ്. ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഡ്രൈഡ് ഫ്ലവറാണ്. നിങ്ങൾക്ക് ഈ ഫ്ലവർ വീട്ടിലുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ്. എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇത് ഉപയോഗിക്കുന്നത്. ഇത് ഓൺലൈനിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് പറഞ്ഞാൽ, ആദ്യം ഇതുപോലെ ഒരു ഗ്ലാസ് ജാറിലേക്ക് ഒരു പിടി ഈ ഒരു ഫ്ലവർ ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് വെള്ളമൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. അപ്പോൾ ഇതുപോലെ ആ നീല നിറം വെള്ളത്തിലേക്ക് ലയിച്ചു ചേരുന്നത് നമുക്ക് കാണാൻ കഴിയും. ആ നീല നിറത്തിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് ആൻറ്റി ഓക്സിഡൻറ്റുകളും ഫ്ലവനോയിഡുകളും ഒക്കെയാണ്. അവയാണ് നമ്മുടെ സ്കിന്നിലെ ചുളിവുകൾ ഇല്ലാതാക്കുകയും ഫൈൻ ലൈൻസും ഡൾനെസ്സും ഇവയൊക്കെ കുറയ്ക്കുന്നതിന് നമ്മളെ സഹായിക്കുന്നത്. ശംഖുപുഷ്പങ്ങൾ വെള്ളത്തിൽ ലയിച്ചു കഴിയുമ്പോൾ നമുക്കതെടുക്കാം. ഇപ്പോൾ കണ്ടോ, നല്ല നീല നിറമായിട്ടുണ്ട്. നിങ്ങൾ എത്ര നേരം കൂടുതൽ വയ്ക്കുന്നോ അതിനനുസരിച്ച് കടും നീല നിറത്തിലേക്ക് അത് പോകുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഈ പൂവുകൾ ഈ വെള്ളത്തിൽ നിന്ന് അരിച്ചെടുക്കാം. അപ്പോൾ കണ്ടോ, എന്ത് ഭംഗിയാണ് അല്ലേ? നല്ല നീല മഷി പോലെ ആയിട്ടുണ്ട് നമ്മുടെ ഈ വെള്ളം. ഇനി ഇതിൽ നിന്ന് തന്നെ കുറച്ച് വാട്ടർ എടുത്ത് അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവർ കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് അത് നന്നായി മിക്സ് ചെയ്യുക. കട്ടയായിട്ടൊന്നും കിടക്കാൻ പാടില്ല. അത് നന്നായി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ആ വെള്ളത്തിലേക്ക് ഇത് ആഡ് ചെയ്യാം. എന്നിട്ട് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ, നേരിട്ട് കോൺഫ്ലോർ വെള്ളത്തിലേക്ക് ആഡ് ചെയ്താൽ അത് കട്ടയായിട്ട് കിടക്കും. അതുകൊണ്ടാണ് കുറച്ച് വെള്ളത്തിലത് ലയിപ്പിച്ചതിന് ശേഷം ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ മിക്സ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് നമുക്കിത് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കുക.
ശംഖുപുഷ്പം നമ്മുടെ കൊളാജൻ പ്രൊഡക്ഷൻ നല്ലതുപോലെ വർദ്ധിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുഖം കൂടുതൽ ടൈറ്റായി യുവത്വമുള്ളതായിരിക്കാനായിട്ട് വളരെയധികം സഹായിക്കുന്നു. മാത്രമല്ല ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിച്ച് സ്കിൻ സെല്ലിന് നാച്ചുറൽ ന്യൂട്രീഷൻ നൽകുകയും ചെയ്യുന്നു. അങ്ങനെ വാർദ്ധക്യത്തിൻ്റെ അടയാളങ്ങൾക്ക് മേൽ ഒരു ജീവൻ മുളപ്പിക്കുകയാണ് ഈ നീലപ്പൂവ്. ആദ്യത്തെ ഒരു 10 മിനിറ്റ് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. കുറച്ച് കഴിയുമ്പോഴേക്കും ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തിച്ചേർന്നിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് നമുക്ക് മാറ്റിവെക്കാം. അപ്പോൾ കണ്ടോ, ഇതുപോലെ നല്ല നീല നിറത്തിൽ ഒരു ജെൽ ഫോമിൽ ഇത് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആദ്യം ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ അലോവേറ ജെൽ ചേർത്ത് കൊടുക്കാം. സ്കിൻ നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാൻ ഏറ്റവും അധികം സഹായിക്കുന്ന ഒന്നാണ് അലോവേറ ജെൽ. സോ നല്ല ഡ്രൈ ആയ സ്കിന്നിനെ സോഫ്റ്റായി നിലനിർത്താൻ ഈ അലോവേറ ജെൽ ഹെൽപ്പ് ചെയ്യുന്നു. ഇനി രണ്ടാമതായി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ടത് 1 ടീസ്പൂൺ ഗ്ലിസറിനാണ്. ഒരു നാച്ചുറൽ ഹ്യൂമക്റ്റൻ്റായ ഗ്ലിസറിൻ സ്കിന്നിൽ എല്ലായ്പ്പോഴും ഒരു മോയ്സ്ചർ നിലനിർത്താൻ വളരെയധികം സഹായിക്കുന്നതാണ്. ഇനി അവസാനമായി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഒരു 4 to 5 ഡ്രോപ്സ് ബാക്കുച്ചി ഓയിലാണ്. ആൻറ്റി ഏജിങ്ങിന് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ബാക്കുച്ചി ഓയിൽ. ഇതിനെ ഒരു നാച്ചുറൽ റെറ്റിനോൾ എന്നും പറയാറുണ്ട്. നിങ്ങളുടെ മുഖത്തെ ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ നല്ലതുപോലെ കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇത് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. മുഖം നല്ല ഗ്ലോയായി ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ ഈ ഒരു ആൻറ്റി ഏജിങ് ഫേസ് പാക്ക് നിങ്ങളെ സഹായിക്കുന്നതാണ്. സോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കണ്ടില്ലേ, ശംഖുപുഷ്പം ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു ആൻറ്റി ഏജിങ് ഫേസ് പാക്ക് തയ്യാറാക്കുന്നതെന്ന്. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ സാധിക്കുന്ന ഒന്നാണിത്. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാവുന്നതാണ്. ഒരു 1 വീക്ക് വരെയൊക്കെ നിങ്ങൾക്കിത് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് അപ്ലൈ ചെയ്ത് ഒരു അരമണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് ഫേസ് വാഷ് ചെയ്യാവുന്നതാണ്. വളരെ നല്ല ഒരു റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്കാണ് ഇത്. നിങ്ങൾക്ക് മുഖത്ത് മാത്രമല്ല, നിങ്ങൾക്ക് കയ്യിലും അതേപോലെ കാലിലുമൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. കയ്യിലും കാലിലും ഒക്കെ ഉണ്ടാവുന്ന ചുളിവുകളൊക്കെ നല്ല രീതിയിൽ റെഡ്യൂസ് ചെയ്യുന്നതിന് ഇത് സഹായിക്കുന്നതാണ്. കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് നിങ്ങളുടെ മുഖത്തും കഴുത്തിലും കയ്യിലും കാലിലുമൊക്കെ ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. വളരെ നല്ല ഒരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഒരു 3-4 ദിവസത്തിനുള്ളിൽ തന്നെ ആ കയ്യിലൊക്കെ ഉണ്ടാവുന്ന ആ ചുളിവുകളൊക്കെ നല്ല രീതിയിൽ കുറഞ്ഞു വരുന്നതായിട്ട് കാണാനായിട്ട് കഴിയും. അതുപോലെ മുഖത്തുണ്ടാകുന്ന വലിയ ചുളിവുകളും ഫൈൻ ലൈൻസും ഒക്കെ കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു ഫേസ് പാക്കാണിത്. അപ്പോൾ ഇത് മാത്രമല്ല, ഇത് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു സ്കിൻ കെയർ റുട്ടീനും കൂടെ ഉണ്ടായിരിക്കണം. അത് മറന്നു പോവുകയേ ചെയ്യരുത്. ശരിയാണ്, ഇത്തരത്തിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഫേസ് പാക്കുകളെല്ലാം നമ്മൾ അപ്ലൈ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. എന്നാൽ അതോടൊപ്പം തന്നെ നമുക്കൊരു സ്കിൻ കെയർ റുട്ടീനും ഉണ്ടായിരിക്കണം. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള വീഡിയോസ് ഉണ്ട്. നമുക്ക് ഒരു മോയ്സ്ചറൈസർ, ഒരു സൺസ്ക്രീന്, ഒരു സിറം ഒക്കെ നമുക്ക് ഒരു ആൻറ്റി ഏജിങ് സ്കിൻ കെയറിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കണം. അതിനോടൊപ്പം തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള നാച്ചുറലായിട്ടുള്ള ഹോം റെമഡീസും കൂടെ ട്രൈ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് വളരെ നല്ല ഒരു റിസൾട്ട് കിട്ടുന്നത്. അത് നമ്മൾ കടയിൽ നിന്ന് വലിയ വില കൊടുത്ത് വാങ്ങുന്ന പ്രോഡക്റ്റുകൾ തന്നെ ആവണമെന്നൊന്നും നിർബന്ധമില്ല. നമുക്ക് വീട്ടിൽ തന്നെ മോയ്സ്ചറൈസർ തയ്യാറാക്കാവുന്നതാണ്, സിറംസ് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുക. എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു സ്കിൻ കിട്ടുകയുള്ളൂ. അതൊക്കെ നിങ്ങളുടെ ഒരു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും നന്നായിട്ടൊക്കെ ഒന്ന് ഡ്രസ്സ് ചെയ്ത് കണ്ണാടിയിലൊക്കെ നോക്കുമ്പോൾ ഞാൻ സുന്ദരിയായിട്ടിരിക്കുന്നുവല്ലോ എന്നൊരു സന്തോഷം നിങ്ങളിൽ ഉണ്ടാക്കുകയും ചെയ്യും.
അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളെപ്പോഴും കമൻറ്റിലൊക്കെ പറയാറുണ്ട് വളരെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചുകൊണ്ട്, അഫോർഡബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചുകൊണ്ടുള്ള ഫേസ് പാക്കുകളൊക്കെ ഷെയർ ചെയ്യണമെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ആൻറ്റി ഏജിങ് ഫേസ് പാക്ക് ഞാൻ നിങ്ങളുടെ മുൻപിൽ ഷെയർ ചെയ്തത്. കാര്യം ഇത് മിക്ക ആളുകളുടെയും വീട്ടിലുള്ള ഒരു ചെടി തന്നെയാണ് അല്ലേ. ഇനി അഥവാ അതില്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഓൺലൈനും അവൈലബിൾ ആണ്, വലിയ പൈസയൊന്നും ആകുകയുമില്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ആൻറ്റി ഏജിങ് ഫേസ് പാക്കും കൂടിയാണിത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഒരു റിസൾട്ട് എന്നുള്ള കാര്യം തീർച്ചയായിട്ടും എനിക്ക് കമൻറ്റ് ചെയ്യണം. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.